നമസ്കാരം. ഒരൊറ്റ കാര്യം മാത്രമേ ഞാൻ പറയാം. NHRSCFന് ഈ ഫിലിമുമായി അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ഫിലിമിനോട് ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞു എന്നത് തന്നെ ഈ സംഘടനയെ സംബന്ധിച്ച് വളരെയധികം അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ് ഇപ്പോൾ. കഴിഞ്ഞ 3 ഷോർട്ട് ഫിലിമിൽ ഞങ്ങൾ പങ്കാളികളായി. അതിൽ ഞങ്ങളൊക്കെ വളരെ സ്നേഹത്തോടെ, അല്ലെങ്കിൽ ഞങ്ങളൊരു ബ്രദറിനെ പോലെ കാണുന്ന ഒരാളാണ് കരന്തൻ. ഞങ്ങൾ കരന്തെന്ന് വിളിക്കുക, കരന്തൻ ബഷീർ എന്ന് പോലും വിളിക്കില്ല, കരന്തെന്ന് വിളിക്കുക. അത്രയും അടുപ്പവും സ്നേഹവും ഞങ്ങളോടൊക്കെ കാണിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ അദ്ദേഹം പങ്കാളികളായ ഒരു സിനിമയ്ക്ക് വേണ്ടി ഞങ്ങൾക്കും കൂടി പങ്കാളികളായി ചേരാൻ വന്നതിൽ ആ ഒരു നിമിഷം ഞങ്ങൾക്ക് എന്നും അഭിമാനിക്കാൻ കഴിയുന്നതാണ്. ഞാൻ സംഘടനയെ സംബന്ധിച്ച് ഞങ്ങൾ ചെയർമാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഒന്നും പറയുന്നില്ല. നന്ദി, നമസ്കാരം. പിന്നെ മീഡിയയുടെ ഭാഗത്തുനിന്ന് ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ബാലാജിയുടെ ഓക്കെ, ഈ സിനിമ അതായത് ഒരു ലഹരിക്കെതിരെയുള്ള ഒരു സിനിമയായിട്ടാണോ വരുന്നത്, അതോ ഒരു പോലീസുകാരൻ്റെ വിഷമങ്ങളും പോലീസുകാരൻ്റെ ഇന്നത്തെ പോലീസുകാരും മനുഷ്യനാണ് എന്ന് പറഞ്ഞ ആ ഒരു തീമിനോട് ബന്ധപ്പെടുത്തിയാണോ? ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയേണ്ടത് കലന്തൻ ബഷീറാണ്. കഥയും തിരക്കഥയും സംവിധാനവും ഒക്കെ അദ്ദേഹമാണ്. എങ്കിലും രണ്ടും ടച്ച് ചെയ്ത് കൊണ്ടുപോകുന്നൊരു സിനിമയാണത്. അതായത് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പോലീസുകാരനും ഒരു ജീവിതമുണ്ട് എന്നുള്ളതാണ്. അത് എങ്ങനെ എന്നുള്ളത് പറയുമ്പോൾ നമ്മൾ ലഹരി എന്ന് പറയുന്ന ഒരു അതിവിപത്തിനെ തരണം ചെയ്യുന്ന ഒരു സീക്വൻസ് കൂടെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് പോകുന്ന ഒരു കഥയാണ്. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് കലന്തന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, കാരണം ഞാനും കണ്ടിട്ടില്ല. ഇത് പോലീസുകാരൻ്റെ സ്റ്റോറി എന്ന് പറയാൻ പറ്റില്ല. ഇത് എന്ന് പറഞ്ഞാൽ ലഹരിക്കെതിരെയായിട്ടുള്ള സ്റ്റോറിയാണ്. കാരണം ഞാൻ ചെയ്യുന്ന 9ാമത്തെ ഷോർട്ട് ഫിലിമാണ് ഈ ജാനകിക്കാട് പോലീസ് സ്റ്റേഷൻ. അപ്പം ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മയക്കുമരുന്നിനെതിരായിട്ടുള്ള ചില നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. കാരണം എത്രത്തോളം നമ്മളെ മാതാപിതാക്കൾ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഷോർട്ട് ഫിലിമായിരിക്കും ജാനകിക്കാട് പോലീസ് സ്റ്റേഷൻ. കാരണം ഇന്നവരെ കാണാത്ത രീതിയിലുള്ളൊരു കഥാപാത്രമാണ് ഈ പോലീസുകാരൻ്റെ ഒരു മകനിൽ കൂടി ഞാൻ കൊണ്ടുപോയത്. ഓക്കെ, ഈ സിനിമ സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോൾ അത് ഒരു കേരള പോലീസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് തോന്നിയതിൻ്റെ കാരണം എന്തായിരുന്നു? അത് എനിക്ക് കേരള പോലീസിൻ്റെ ഷോർട്ട് ഫിലിം തന്നെയാണ് ആദ്യം കുട്ടിയോധ എന്നൊരു ഷോർട്ട് ഫിലിം ചെയ്തിരിക്കുന്നത്. അപ്പോൾ കേരള പോലീസ് എനിക്ക് ഒരുപാട് സപ്പോർട്ട് തരുന്നുണ്ട്. കാരണം എനിക്ക് പോലീസ് വാഹനങ്ങൾ, അതുപോലെ ഇത് ഒറിജിനൽ പോലീസ് ഓഫീസർക്ക് അഭിനയിക്കുന്ന മുമ്പ് ഇത് CI, അതുപോലെ SI, അങ്ങനെ കുറച്ച് പോലീസ് ഓഫീസർമാർ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഷൂട്ടിങ്ങും എല്ലാ ഹെൽപ്പുകളും കേരള പോലീസിൽ നിന്ന് എനിക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആരായാലും അത് പോലീസുകാരനാകുമ്പോൾ സന്തോഷമല്ലേ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ബലവും ധൈര്യവും അവരിൽ കൂടി കിട്ടുമെന്ന പ്രതീക്ഷയോട് തന്നെയാണ് ഞാൻ കേരള പോലീസുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പൊ അവരുമായിട്ട് അതായത് പോലീസുമായിട്ട് സഹകരിച്ച് പോകുന്ന ഒരു മൂവി എന്ന നിലയ്ക്ക് ഇപ്പൊ ആ കഥ അവർ കേട്ടിട്ടുണ്ടാവല്ലോ. അതെ. അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ തുടരുമിലാണെങ്കിലും അതായത് ഒരു പോലീസുകാരുടെ ഈഗോയും അതുപോലെ തന്നെ പോലീസുകാരുടെ അവരിലെ ക്രിമിനൽസിനെയും ഒക്കെ എടുത്തു കാണിക്കുന്ന കുറെ ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ഭാഗങ്ങൾ ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ കഥയിൽ മാറ്റം വരുത്താനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യപ്പെട്ടിരുന്നു? ഇതില്ല. ഇതില് സത്യത്തില് ഒരു കഥയിലും മാറ്റം വരുത്തുന്ന രീതിയിലോ അല്ലെ പോലീസുകാരനെ വേദനിപ്പിക്കുന്ന ഒരു പാവം പോലീസുകാരന്റെ കഥയാണ്. ഒരു മകനെ സ്നേഹിക്കുന്ന ഒരു പാവം പോലീസുകാരൻ. അദ്ദേഹം അതാണ് പോലീസുകാരെ മോശമാക്കൊണ്ടൊന്നും ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളൊരു സ്റ്റോറിയാണ്.
എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, അത് ചിലപ്പോൾ അടുത്ത് തന്നെ നടക്കും. ഞാൻ ഇതിൻ്റെ ഉന്നത പോലീസ് ഓഫീസറോട് ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. കാരണം കേരളത്തിലെ എല്ലാ പോലീസ് ഓഫീസർമാരെ അഭിനയിച്ചുകൊണ്ടുള്ളൊരു സിനിമ അത് ഉടനെ ഉണ്ടാവുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. കാരണം പോലീസുകാരിൽ നല്ല കലാകാരന്മാരുണ്ട്, അവർ തന്നെ ഇതിൽ എല്ലാ കഥാപാത്രങ്ങളും ചെയ്തുകൊണ്ടുള്ളൊരു സിനിമ അടുത്തുണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷിക്കാം. ഈ സിനിമ ഏറ്റവും പ്രേക്ഷകർ കാണുമ്പോൾ, അതായത് അവർ കണ്ട് ഇറങ്ങുമ്പോൾ സമയത്ത് ഒരു ലഹരിക്കെതിരെ ഉള്ള ഒരു അവബോധനം എന്നുള്ള രീതിയിൽ എത്രമാത്രം അത് ഇമ്പാക്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്? ഇത് എൻ്റെ ഈ ഷോർട്ട് ഫിലിം ജാനേക്കാട് പോലീസ് സ്റ്റേഷൻ ഷോർട്ട് ഫിലിം എന്തായാലും ഇത് കാണുമ്പോൾ 100% ഒരു മാതാപിതാക്കളെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാർ എന്തായാലും ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തലാക്കുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അത്രമാത്രം ഒരു ആയത്തുള്ളൊരു സ്റ്റോറി തന്നെയാണ് ഞാൻ തിരഞ്ഞെടുത്തത്. അതിലൊരു വിശ്വാസം എനിക്കുണ്ട്. ഒരു കുട്ടിയെങ്കിൽ നന്നായാൽ അതിൻ്റെ ക്രെഡിറ്റ് എനിക്കല്ലേ. ലഹരിമരുന്നിന് പോലീസുകാരുടെ അതായത് ഒത്തിരി പ്രവർത്തനങ്ങൾ ഇപ്പൊ നടത്തുന്നുണ്ട്. അതായത് അവര് ഒത്തിരി ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ നടത്തുന്നുണ്ട്. ആ രീതിയിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഈ സിനിമയിൽ ഇന്നത് വേണം എന്നുള്ള തരത്തിൽ ആവശ്യപ്പെട്ടിരുന്നു എന്തെങ്കിലും? ഇല്ല, അതൊന്നും ആവശ്യപ്പെട്ടില്ല. കാരണം കഥ പോലീസ് ഓഫീസർമാരൊന്നും അതിനെപ്പറ്റി യാതൊരു എനിക്ക് എൻ്റെ ഉത്തരവാദിത്തം കൂടി തന്നെ മാത്രമാണ് ഞാൻ ഈ ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തിരിക്കുന്നത്. ബാലാജിയുടെ ഒത്തിരി പോലീസ് വേഷങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു പോലീസ് വേഷം കണ്ടിട്ട് ആള് അതിനകത്തൊരു തറവാണ്, അല്ലെങ്കിൽ ആള് പെട്ടെന്ന് അല്ല, ബാലാജിനെ സംബന്ധിച്ചിടത്തോളം ബാലാജി ഞാൻ തമ്മിൽ ഒരുപാട് വർഷത്തെ ബന്ധമുണ്ട്. ഞങ്ങള് അത്രയും എനിക്കിഷ്ടമാണ് ബാലാജി ഒരു ബെസ്റ്റ് ആക്ടറാണ് 100%. കാരണം ബാലാജി ഇതിൽ അഭിനയിച്ചതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. കാരണം ഞാൻ കൊണ്ടുവന്ന പുതുമുഖം നടനാണ് സലീം ഖാൻ. അപ്പൊ സലീം ഖാർക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ബാലാജിയും കൂടി നേർത്താന്നുള്ള രീതിയിൽ തന്നെയാണ് ബാലാജിനെ ഞാൻ സലീം ഖാനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ തിരഞ്ഞെടുത്തതിൽ ഏറ്റവും വലിയ 2 വ്യക്തികളാണ് സലീം ഖയും ഈ പറഞ്ഞ ബാലാജി. പക്ഷെ അവസാനം വന്നപ്പോഴത്തേക്ക് സലീം ഖാൻ നമ്മുടെ കളൊക്കെ മുകളിൽ അടിപൊളിയായി. സലീം ഖാൻ തമാശ പറഞ്ഞല്ല, നമ്മൾ ആദ്യം ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ കലന്തെടുത്ത് ഇടയ്ക്കൊക്കെ ചോദിക്കും, ഞാൻ കലന്ത ഇത് ആരായി ജോർജ് പറഞ്ഞു, അതുകൊണ്ട് ഞാനൊരു ഒരാളെ അവതരിപ്പിക്കും, ഞെട്ടും നിങ്ങൾ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു സംഭവം കുട്ടേട്ടം വരുമായിരിക്കും, അല്ലെങ്കിൽ സിദ്ധിക്കേട്ടൻ വരുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ അവസാനം അവതരിപ്പിച്ച് ഇദ്ദേഹം. അപ്പം ഞാൻ പറഞ്ഞു ഇദ്ദേഹം ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, എന്തായാലും അതിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ. പക്ഷേ വളരെ ഗംഭീരമായിട്ട് അദ്ദേഹം ഡബ്ബിങ് നിങ്ങളല്ലേ ചെയ്തത്? ഡബ്ബിങ് അത് ഞാൻ പറഞ്ഞു ഇക്കന്നെ ഡബ് ചെയ്യണം. കാരണം അത് പുള്ളിക്കൊരു എറണാകുളം ആലുവ പരിപാടി സ്ലാങ് ഒക്കെ ഉണ്ട്, വളരെ നാച്ചുറലായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഇതൊരു ഇറ്റ്സ് എന്താണ് വർത്ത് വാച്ചിങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ പ്രസ് മീറ്റിൽ ഇതിനകത്ത് പ്രധാന വേഷം അഭിനയിച്ച ടോഷ് ക്രിസ്റ്റി ജോയിൻ ചെയ്തിട്ടുണ്ട്. ടോഷിന് എന്താ സംസാരിക്കുന്നു പറഞ്ഞിട്ട് ചോദിച്ചു. ടോഷിന്റെ കാര്യം പറയുമ്പോൾ ടോഷിനോട് ഞാൻ ഇതിൽ അഭിനയിക്കാൻ വേണ്ടി വിളിച്ചപ്പം ടോഷ് ചോദിച്ചു മൂവിയാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു മൂവി പോലത്തെ ഒരു സിനിമയാണ്, ഷോർട്ട് ഫിലിമാണോ. അപ്പോൾ പുള്ളി വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ പുള്ളി ഇത് അഭിനയിച്ച് സീന് കണ്ടപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വന്നിട്ട് പറഞ്ഞു നീ ഇതോടെ രക്ഷപ്പെടും, നോക്കാം. അതെ, ഈ ഒരു ഇവിടെ ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ആദ്യമേ ഒരു സ്നേഹം അറിയിക്കട്ടെ. ഈ വർക്കിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ കാണുന്നവർ തന്നെയാണ് ഇതിനെ ഒരു വിലയിടേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തുള്ള സ്നേഹവും സന്തോഷവും ഒക്കെ ആഗ്രഹിക്കുന്നു. താങ്ക് യു. എൻ്റെ കഥാപാത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്യാരക്ടറിൻ്റെ പേര് ബെന്നി എന്നാണ്. ഒരു 20 മിനിറ്റിൻ്റെ ഷോർട്ട് ഫിലിമാണെങ്കിലും അതിലെ ബെന്നി എന്ന കഥാപാത്രത്തിന് 1-2 എന്താ പറയുക ഷെയ്ഡ് മറച്ചു വെക്കേണ്ടതായിട്ടുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് എനിക്കത് ഇപ്പം റിവീൽ ചെയ്യാൻ സാധിക്കുന്നില്ല. നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് അത് പറയാതിരുന്നതെന്ന്.
അത്രയാണ് പറയുന്നത്. ബെന്നി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതിലെ ഈ പോലീസിനെ കുറിച്ചൊരു പരാമർശം വന്നല്ലോ. നമ്മളതിൻ്റെ കണ്ടന്റാണ് നോക്കുന്നത്. നിങ്ങൾ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നതിനേക്കാൾ ആ സ്റ്റോറി എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്. നമ്മൾക്കൊക്കെ ഒരു ധാരണ ഉണ്ട്, പോലീസുകാരുടെ മക്കൾ പോലും അല്ലെങ്കിൽ പോലീസുകാരുടെ മക്കൾ ഇതിലൊന്നും പെടില്ല എന്നൊരു മിഥ്യാധാരണ ഉണ്ട്. നമ്മുടെ ഈ സന്ദേശത്തിൽ പറയുന്നത് ഈ ഒരു മെനാസിൽ ആരും ഒഴിവാക്കപ്പെടില്ല, എല്ലാവരുടെ മക്കൾക്കും ഇത് സംഭവിക്കാമെന്നൊരു സന്ദേശം കൂടി അതിനകത്തുണ്ട്. അതാണ് പ്രൊജക്റ്റ് ചെയ്തിട്ട് കാണിച്ചേക്കുന്നത്. ജാനകിക്കാട് പോലീസ് സ്റ്റേഷൻ്റെ സ്റ്റോറിയുടെ കണ്ടന്റ് അതാണ്.